ഏതൊരു ഓർഗാനിസത്തിനും അതിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സിൽ അഥവാ അതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഫീഡിങ് റിലേഷൻഷിപ്പ് മറ്റു ഓർഗാനിസവുമായിട്ടുള്ള അതിൻ്റെ ഫീഡിങ് റിലേഷൻഷിപ്പ് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ട്. സോ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഫീഡിങ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഓർഗാനിസം ഏത് ഓർഗാനിസത്തിനെയാണോ അത് ഫീഡ് ചെയ്യണേ അതിൻ്റെ ആ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഓരോ ഓർഗാനിസത്തിനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അതായത് നമ്മുടെ സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ, ഓരോ ഓർഗാനിസത്തിൻ്റെയും ന്യൂട്രീഷൻ സോഴ്സ് ഏതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് ഏതാണോ അതിനനുസരിച്ച് ഓരോ ഓർഗാനിസത്തിനും ഫുഡ് ചെയിനിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ. സോ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഫുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡിങ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഓർഗാനിസം അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഫുഡാണ് കൺസ്യൂം ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് അത് എക്വയർ ചെയ്യണത് ഫുഡായിട്ട്, അതിനനുസരിച്ച് ഓരോ ഓർഗാനിസത്തിനും ഈ ഫുഡ് ചെയിനിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ട്. ആ സ്പെസിഫിക് പ്ലേസിനെ വിളിക്കുന്ന പേരാണ് ഓരോ ഓർഗാനിസത്തിൻ്റെയും ട്രോഫിക് ലെവൽ. സോ ഒരു ട്രോഫിക് ലെവലിൻ്റെ ഒരു ഇതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തെ ഏതൊരു ട്രോഫിക് ലെവലിലും കാണുന്ന ആദ്യത്തെ ഇതാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ആരാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്? ഓട്ടോട്രോപ്സ്. ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന ആ റേഡിയൻ്റ് എനർജീനെ ഫിക്സ് ചെയ്ത് അവർ ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അഥവാ ഓട്ടോട്രോപ്സ്. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ആദ്യത്തെ ട്രോഫിക് ലെവലിൽ വരുന്നത്. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നത്, അതായത് പ്ലാന്റ്സ്. ആ പ്ലാന്റ്സിൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഗ്രാസ് ആൻഡ് ട്രീ. പ്ലാന്റ്സിന് കുറച്ച് എക്സാമ്പിൾ, ഓട്ടോട്രോപ്സുകൾക്ക് എക്സാമ്പിളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഗ്രാസ്, ട്രീ. ഈ പ്രൈമറി പ്രൊഡ്യൂസർ കഴിഞ്ഞ അടുത്ത ട്രോഫിക് ലെവൽ, ഈ പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സിനെ, ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് അടുത്ത ട്രോഫിക് ലെവലിലുള്ളവർ. അവരാണ് പ്രൈമറി കൺസ്യൂമർ. സോ പ്രൈമറി പ്രൊഡ്യൂസറിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് പ്രൈമറി കൺസ്യൂമർ. ആ പ്രൈമറി കൺസ്യൂമർ സെക്കൻഡ് ട്രോഫിക് ലെവലിലാണ് വരുന്നത്. ആരാണ് പ്രൈമറി കൺസ്യൂമർ? സെക്കൻഡ് ട്രോഫിക് ലെവൽ വരുന്ന ഒരു ഹെർബിവോർ. സോ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസറിനെ, ഓട്ടോട്രോപ്സിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമറാണ് നമ്മുടെ ഹെർബിവോഴ്സ്. ആ ഹെർബിവോഴ്സിന് എക്സാമ്പിളാണ് സൂപ്ലാങ്ക്ടൺ, ഗ്രാസ് ഹോപ്പർ, കൗ. അതുപോലെ നമ്മുടെ ഈ പ്രൈമറി കൺസ്യൂമറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരെ കൺസ്യൂം ചെയ്യുന്ന അടുത്ത കൺസ്യൂമറാണ് സെക്കൻഡറി കൺസ്യൂമർ. ഈ സെക്കൻഡറി കൺസ്യൂമർ തേർഡ് ട്രോഫിക് ലെവലിലാണ് വരുന്നത്. ആ തേർഡ് ട്രോഫിക് ലെവലാണ് ഈ ഹെർബിവോറിനെ കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമറായ കാർണിവോർ. അതിന് എക്സാമ്പിളാണ് ബേർഡ്, ഫിഷസ്, ഫൗൾ. അതുപോലെ തന്നെ ഈ സെക്കൻഡറി കൺസ്യൂമറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന, അവരെ കൺസ്യൂം ചെയ്യുന്ന അടുത്ത കൺസ്യൂമറാണ് ടേഴ്സറി കൺസ്യൂമർ. ആ ടേഴ്സറി കൺസ്യൂമർ വരുന്നത് ഫോർത്ത് ട്രോഫിക് ലെവലിലാണ്. ആ ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്നതാണ് ടോപ്പ് കാർണിവോർ. ഈ പറഞ്ഞ കാർണിവോറായ സെക്കൻഡറി കൺസ്യൂമറായ കാർണിവോറിനെയും കൂടി കൺസ്യൂം ചെയ്യുന്നവരാണ് ടോപ്പ് കാർണിവോർ. സോ ടോപ്പ് കാർണിവോറിന് എക്സാമ്പിളാണ് മാൻ, ലയൺ. സോ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓർഗാനിസത്തിനും ഇക്കോസിസ്റ്റത്തിൽ അതിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ സ്പേസ് ഫുഡ് ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ കാണും. സോ ഈ ഫുഡ് ചെയിനിൽ അതിനൊരു പെർട്ടിക്കുലർ പ്ലേസ് ഓരോ ഓർഗാനിസത്തിനും കാണാൻ പറ്റും. ആ ഓർഗാനിസത്തിൻ്റെ ഫീഡിങ് റിലേഷൻഷിപ്പ് അനുസരിച്ച് ഫുഡ് ചെയിനിലുള്ള അതിൻ്റെ സ്പെസിഫിക് പ്ലേസ് ആണ് നമ്മൾ പറയുന്ന ട്രോഫിക് ലെവൽ. സോ ആ ട്രോഫിക് ലെവലുകളാണ് നമ്മൾ ഫോർത്ത് ട്രോഫിക് ലെവൽ. ഇതുപോലെ 5 എത്ര വേണമെങ്കിൽ ട്രോഫിക് ലെവൽ കാണും. ഏത് ഓർഗാനിസത്തിനെ ഏത് ഓർഗാനിസമാണ് ഫീഡ് ചെയ്യുന്നത് ആ റിലേഷൻഷിപ്പ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ട്രോഫിക് ലെവൽ കാണിക്കുന്നു. സോ പ്രൈമറി പ്രൊഡ്യൂസറിനെ കൺസ്യൂം ചെയ്യുന്നവർ പ്രൈമറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെക്കൻഡറി കൺസ്യൂമർ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്നവർ ടേഴ്സറി കൺസ്യൂമർ. സോ പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സുകൾ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ, പ്രൈമറി കൺസ്യൂമറായ ഹെർബിവോർ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ, സെക്കൻഡറി കൺസ്യൂമറായ കാർണിവോർ തേർഡ് ട്രോഫിക് ലെവലിലും, ടേഴ്സറി കൺസ്യൂമറായ ടോപ്പ് കാർണിവോർ ഫോർത്ത് ട്രോഫിക് ലെവലിലാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ എക്സാമ്പിളുകളും കണ്ടു. സോ ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഗ്രാസ്, ട്രീ അതൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ആണ്, ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്നു. സൂപ്ലാങ്ക്ടൺ, ഗ്രാസ്, ഹോപ്പർ, കൗ അതൊക്കെ ഹെർബിവോറാണ്, സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നു. ബേർഡ്സ്, ഫിഷസ്, ഫൗൾ അതൊക്കെ കാർണിവോറാണ്, അവർ തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നു. മാൻ, ലയൺ അതൊക്കെ ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്ന ടോപ്പ് കാർണിവോഴ്സ് ആണ്. സോ ഈ ട്രോഫിക് ലെവലുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, സോ പ്രൊഡ്യൂസേഴ്സ് എവിടെയാണ്? ഫസ്റ്റ് ട്രോഫിക് ലെവൽ.
ഹെർബിവോർ സെക്കൻഡ് ട്രോഫിക് ലെവൽ, കാർണിവോർ തേർഡ് ട്രോഫിക് ലെവലിൽ, ടോപ്പ് കാർണിവോറാണ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ വരുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി, ഓരോ ട്രോഫിക് ലെവലിലും എമൗണ്ട് ഓഫ് എനർജി ഡിക്രീസ് ചെയ്യാണ് അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽ. ഏറ്റവും കൂടുതൽ എനർജി ഈ ട്രോഫിക് ലെവൽ എവിടെയായിരിക്കും? ഈ പ്രൈമറി പ്രൊഡ്യൂസറായ പ്ലാന്റ്സ്. ബിക്കോസ് സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലെസ് ദാൻ 50% ഓഫ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷനിൽ 2 to 10% അബ്സോർബ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ആരാണ്? നമ്മുടെ പ്ലാന്റ്സ് ആണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. സോ അവരിലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടായിരിക്കുക. സോ അവർ കൺസ്യൂം ചെയ്യുന്ന ആ എനർജി ഇൻ ദ ഫോം ഓഫ് ഫുഡിൻ്റെ അതിൻ്റെ 10% മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുള്ളൂ. ഇവർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അടുത്ത 10% മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുള്ളൂ. അതിൻ്റെ 10% അടുത്ത ട്രോഫിക് ലെവലിൽ പോകുള്ളൂ. സോ നമുക്ക് മനസ്സിലാവാൻ പറ്റും എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസറിൽ നിന്ന് ടെർഷറി കൺസ്യൂമർ എത്തുമ്പോഴേക്കും ഒരുപാട് കുറയാൻ തുടങ്ങുന്നു. സോ എമൗണ്ട് ഓഫ് എനർജി ഡിക്രീസസ് അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽസ്. ട്രോഫിക് ലെവലിൻ്റെ മേലോട്ട് പോകും തോറും എമൗണ്ട് ഓഫ് എനർജി കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി വരുന്നത് പ്ലാന്റ്സിലായിരിക്കും. സോ നമ്മളൊരു ടോപ്പ് കാർണിവോറാണ്, നമ്മൾ ഈ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇതാ മാൻ. സോ ഈ ടോപ്പ് കാർണിവോറിൽ പെടുന്ന നമ്മൾക്ക് എമൗണ്ട് ഓഫ് എനർജി വളരെ കുറവായിരിക്കും നമ്മൾ ഇങ്ങനെയാണ് അതിനെ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ. എന്നാൽ ഈ ലെവലിൽ നിൽക്കണം നമ്മൾ ഡയറക്റ്റ് ഈ പ്രൈമറി പ്രൊഡ്യൂസറിനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി കൂടുതൽ എനർജിയാണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുക. സോ അതുകൊണ്ടാണ് ഈ പ്രൈമറി പ്രൊഡ്യൂസറിനെ ഡയറക്റ്റ് ഹെർബിവോറായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എനർജി ആ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഹോൾ ബയോസ്ഫിയറിനെ സസ്റ്റെയിൻ ചെയ്യുന്ന പ്ലാന്റ്സ് അഥവാ പ്രൊഡ്യൂസർ കൊടുക്കുന്ന എനർജിയാണ്. സോ അവരെ തന്നെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയെങ്കിലും എനർജി നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുള്ളൂ. സോ സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നതോറും എമൗണ്ട് ഓഫ് എനർജി കുറഞ്ഞു വരുന്നു. ഇനി ഇതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ട്രോഫിക് ലെവലിലുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസം ചത്തുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓരോ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം എന്തെങ്കിലും സംഭവിച്ചു അതിന് ചത്തുപോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ ഓർഗാനിസത്തിനെ എന്തായിട്ട് മാറും? അവർ ഡെട്രിറ്റസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. സോ ഡെഡ് റിമെയിൻസ് ആയിട്ട് മാറും. ഓരോ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം ഡൈ ആയി കഴിഞ്ഞാൽ അവർ ഡെട്രിറ്റസ് അല്ലെങ്കിൽ ഡെഡ് ബയോമാസ് ആയിട്ട് മാറും. സോ ഏതൊരു ഓർഗാനിസവും അതുപോലെ ഡെഡ് ബയോമാസ് അല്ലെങ്കിൽ ഡെട്രിറ്റസ് ആയി കഴിഞ്ഞാൽ അത് വേറൊരു ഫുഡ് ചെയിൻ്റെ തുടക്കമാണ് നമ്മൾ പറഞ്ഞു. ഏതാണ്? DFC, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ്റെ ബിഗിനിങ് ആണ്. സോ ഏത് ട്രോഫിക് ലെവലിലെ ഏതൊരു ഓർഗാനിസം ഡൈ ആയി കഴിഞ്ഞാൽ അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഡെട്രിറ്റസ് അല്ലെങ്കിൽ ഡെഡ് ബയോമാസ് ആയി മാറുകയും അത് സോഴ്സ് ഓഫ് എനർജി ഫോർ ഡികമ്പോസേഴ്സിനുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മാറി അത് ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഓർഗാനിസം അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഏതൊരു ഓർഗാനിസം ആണെങ്കിലും ഏത് ട്രോഫിക് ലെവലിലുള്ളതും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിനെയാണ്. സോ സെക്കൻഡ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം സൂപ്ലാങ്ക്ടൺ, ഗ്രാസ് ഹോപ്പർ, കൗ, ഈ പറഞ്ഞ സെക്കൻഡ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെർബിവോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള പ്ലാന്റ്സിനെയാണ് അവരുടെ എനർജി ഡിമാൻഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഓർഗാനിസം അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഓരോ ട്രോഫിക് ലെവലിലുള്ളത് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിനെയാണ് അവരുടെ എനർജി ഡിമാൻഡിന് വേണ്ടി. സോ ഓരോ ഓർഗാനിസത്തിനും എനർജി കിട്ടുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിൽ നിന്നാണ്. സോ ഇവിടെ കിട്ടുന്നത് ഈ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിൽ നിന്ന് എനർജിയാണ്. ഇവർക്ക് കിട്ടുന്നത് ഇവിടെയുള്ള ഓർഗാനിസത്തിൽ നിന്നുള്ള എനർജിയാണ്. ഇവർക്ക് കിട്ടുന്നത് ഈ ട്രോഫിക് ലെവൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിൽ നിന്നുള്ള എനർജിയാണ്. സോ ഓരോ ഓർഗാനിസത്തിൻ്റെയും എനർജി ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നത് അതിന് തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസ് ആണ്. ഇങ്ങനെയാണ് ഓരോ ട്രോഫിക് ലെവലിലും എനർജി ഫ്ലോ ചെയ്യുന്നത്.